ചിന്തിച്ച വചനത്തിനോട് ചേർന്ന് 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യർ അതിനോട് ചേർന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 4 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ ഞങ്ങൾ ഐതിഹ്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോജിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. മതി, കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്ന് വായിച്ചേ. മതി, ഇങ്ങനെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ അതുകൊണ്ട് ഞങ്ങൾ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. പൗലോസിൻ്റെ ശുശ്രൂഷയെ പറ്റി പറഞ്ഞാണ്. വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിൽ ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട്. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. ഈ പറഞ്ഞ ആൾക്കാരെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ശുശ്രൂഷ എങ്ങനെ ലഭിച്ചതാ? കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ പ്രാപ്തിയല്ല. ആരുടെ പ്രാപ്തിയാ? ദൈവം തന്ന പ്രാപ്തിയാണ്. ഹല്ലേലൂയ. പൗലോസ് ഇവിടെ പറയുകയാണ് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. അന്നേരം അധൈര്യമൊക്കെ വരാം. പൗലോസ് പറയാ ഞങ്ങൾക്ക് പലരും അധൈര്യപ്പെട്ടു പോകുന്ന സമയത്ത് ഞങ്ങളുടെ വിളിയെപ്പറ്റി ബോധ്യമുള്ള പൗലോസ് പറയുകയാണ് ഞങ്ങൾ അധൈര്യപ്പെടത്തില്ല. കാരണം ഈ ശുശ്രൂഷ ആര് തന്നതാ? ഞങ്ങളുടെ പ്രാപ്തിയല്ല, ദൈവത്തിൻ്റെ പ്രാപ്തിയാണ്. കാര്യം കൊടുത്ത് പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രാപ്തിയാണ് ഞങ്ങളുടെ ശുശ്രൂഷ. ദൈവത്തിൻ്റെ പ്രാപ്തിയാണ്. ഹല്ലേലൂയ. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രാപ്തി കൊണ്ടാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പ്രാപ്തിക്കകത്ത് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സൗകര്യമാർക്കൊക്കെ അറിയാം. നമ്മളങ്ങോട്ട് ഭയങ്കര ശക്തമായിട്ട് വചനമൊക്കെ പഠിച്ച് ഇങ്ങോട്ട് കയറി നിൽക്കുമ്പം ഒരു വാക്ക് പോലും വായിക്കൂടെ വരത്തില്ല. എപ്പോഴെന്താ കാര്യം അറിയാം. ഉന്മേഷത്തിന് ഭയങ്കര ചെയ്യും. ഉന്മേഷം ഇടയ്ക്ക് സൂമി വായിക്കുന്നതല്ല, കയറി എല്ലാം പറയുന്നതുകൊണ്ടായിരിക്കും. കയറി അങ്ങോട്ട് നിൽക്കും, വചനമൊക്കെ തുറക്കുമ്പോൾ ഒന്നുമില്ല, ബ്ലൈൻഡായിട്ടിരിക്കും, ഒന്നും കാണത്തില്ല. ഞാൻ പറയാം ദൈവസന്നിധിയിൽ നമ്മളിവിടെ പൗലോസ്, ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരാം. താൻ പറയുക നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നു എന്തിനാണ് താൻ ഈ വിഷയം പറയാൻ തുടങ്ങിയത്. 4-ാം അധ്യായം തുടങ്ങുന്നതിൻ്റെ കാരണം തൻ്റെ ശുശ്രൂഷയെ പറ്റി പറയുക. തൻ്റെ ശുശ്രൂഷയെ അവഹേളിക്കുന്ന വചനവിരുദ്ധമായിട്ടുള്ള ചിലർ കടന്നു വന്നിട്ട് പൗലോസിനെ കുറ്റപ്പെടുത്തിയപ്പോൾ പൗലോസ് അത് തെളിയിച്ചു കൊടുക്കുക. അവർക്ക് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്ക് എന്ത് ചെയ്യുക? തെളിയിച്ചു കൊടുക്കുകയാണ് എന്താണ് ഞങ്ങളുടെ ശുശ്രൂഷ, ഞങ്ങൾ എന്തുകൊണ്ട് അധൈര്യപ്പെടുന്നില്ല, പിന്നെന്ത് ചെയ്യുന്നുണ്ട്? ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്. അങ്ങനെയുണ്ട്, അങ്ങനത്തെ പരിപാടിയുണ്ട് കേട്ടോ. എന്താ ലജ്ജാകരമായ രഹസ്യങ്ങൾ ഒക്കെ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവരുമുണ്ട്. പിന്നെ ത്യജിച്ച് എന്ത് ചെയ്യുന്നു? ഉപായം പ്രയോഗിക്കാതെ. എന്ത് ചെയ്യും? ഉപായം. എന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനത്തെ ഉള്ള ആൾക്കാരും ഉണ്ട്. പൗലോസ് പറയുക ഞങ്ങളെ പറ്റി പറയുക ഞങ്ങൾ ഇങ്ങനൊന്നും ഈ ഗണത്തിൽ, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ധൈര്യം ഉള്ളതെന്ന് പറയുകയാണ്. ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ, അതുകൊണ്ട് എല്ലാ പരിപാടിയും ഉണ്ട്. ഇപ്പോൾ എത്ര പരിപാടികൾ പറഞ്ഞു. ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ സത്യം വെളിപ്പെടുത്തുന്നതിനാൽ. താൻ അതുകൊണ്ടാണ് പറഞ്ഞത് തൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത അതൊരിക്കലും തൻ്റെ കഴിവല്ല, ദൈവം കൊടുത്ത പ്രാപ്തിയാണ്. എന്നിട്ട് അതിൻ്റെ 5-ാം അധ്യായത്തിൽ പൗലോസ് വീണ്ടും ഈ സഭയോട് പറയുമ്പോൾ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞേച്ച് നമുക്ക് പിന്നീട് തിരികെ വരാം. 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചു. മതി. ഇങ്ങനെ ഞങ്ങൾ പിന്നെയും എന്ത് ചെയ്യും? എങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെയും. ഞാനീ പറയുന്നത് കേട്ടിട്ട് പൗലോസ് പറയാ കരുണ ഉണ്ടായിട്ട് ലഭിച്ചു അങ്ങനെയൊക്കെയാ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്ത് ചെയ്യുക? ഞങ്ങളെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുകയല്ല. എന്താ വി ആർ നോട്ട് കമന്റിങ് അവർ സെൽഫ്. ഞങ്ങളെ തന്നെ എന്ത് ചെയ്യല്ല? കമന്റ് ചെയ്യുകയല്ല. പിന്നെന്താ ചെയ്യുന്നത്? ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്ന
വേറെ ചില ആൾക്കാരുണ്ട്, അവർ ഈ ശുശ്രൂഷകന്മാരെ നോക്കിയിട്ട് എങ്ങനെയാ അവരെ കമന്റ് ചെയ്യുന്നത്? മുഖം നോക്കിയിട്ട്. എങ്ങനെയാ? അച്ഛാ ഒരു സൂട്ടും ഒക്കെ ഇട്ട് നല്ല ഈ നിപ്പ് കണ്ടോ, മുഖം നോക്കിയിട്ട് നല്ല ഇത് കണ്ടു കഴിയുമ്പോൾ അവർ ഞാൻ മുഖം നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന മുഖം നോക്കുക എന്നുള്ള അർത്ഥമല്ല, അവരുടെ അപ്പിയറൻസോ അവരുടെ കാര്യങ്ങളോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആൾക്കാരെ പൗലോസ് പറയുകയാണ്. പക്ഷെ എങ്ങനെ ഞാൻ എങ്ങനെ പറയും? താൻ തന്നെ പറയുക, ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് അന്നേരം പറയുക. പൗലോസ് നിങ്ങൾക്ക് പറഞ്ഞു വായിച്ചത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു വല്ലാതെ എഴുതി വെച്ചേക്കുന്നല്ലേ? എന്താ എഴുതി വെച്ചേക്കും? ഒന്നുകൂടെ നോക്കിക്കേ. ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ. ആരാ ഉത്തരം പറയേണ്ടിയേ? കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ. ഇവിടെ എടുത്ത ദുരുപദേശക്കാർ വന്ന് എന്തോ പറഞ്ഞത്? പൗലോസിനെ ഒന്നും സൂക്ഷിക്കല്ല, അവരെ അങ്ങനെ മറിച്ച് അവൻ്റെ കമൻറ്റേഷൻ ലെറ്ററൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. പൗലോസ് ഇത്രയും നമ്മൾ ഈ ഭാഗം പറഞ്ഞു 4 മുതൽ 5 അധ്യായം വരെ വായിച്ചേച്ച് അവസാനം വീണ്ടും ആ ഭാഗം താഴെ കൺക്ലൂഡ് ചെയ്യുക. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? അവന്മാരിനി നിങ്ങളുടെ അടുത്ത് വരും. അവന്മാരെ പോലൊന്നുമല്ല ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചിട്ടാണ്. ആ പ്രാപ്തി ദൈവത്തിൻ്റെ പ്രാപ്തിയാണ്. എന്നിട്ടെല്ലാം പറഞ്ഞതിന് ശേഷം താൻ ഇവിടെ പറയുകയാണ്, ഇനി നിങ്ങൾ അവർ വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവരുടെ പ്രത്യേകത, അവർ മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരാ. അവരുടെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ വകയുണ്ടാകേണ്ടതിന്, ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികരുത്. കാര്യം പൗലോസ് പറഞ്ഞ അർത്ഥം, അവരിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വഴി ഉണ്ടാക്കി തരിക. നിങ്ങളെ നോക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകണം. മുഖം നോക്കുന്നവരെ പോലെയല്ല, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ചേഞ്ച്. ഹല്ലേലൂയ. ഞാൻ പറയാം, പുറമേ ഉള്ള കരം കൊടുത്ത് പറഞ്ഞത്, പുറമേ കാണിക്കുന്ന വിശ്വാസമല്ല ഈ പറയുന്നതല്ല, അകമേയുള്ള ഹൃദയത്തിലുള്ള വിശ്വാസം. പൗലോസ് പറയാം, തനിക്ക് ലഭിച്ച ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് കരുണ ലഭിച്ചിട്ട് ഉപായം പ്രയോഗിക്കാതെ താൻ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് മീശയും പഠിച്ച് വെള്ളം ഇട്ടിട്ട് വരിക എന്നല്ലർത്ഥം. ഹൃദയത്തിനകത്തൊരു രൂപാന്തരം ഉണ്ടായി. കരം കൊടുത്ത് പറ, ഹൃദയത്തിന് ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം ക്രിസ്തീയ ജീവിതം. കരം കൊടുത്ത് പറ, രൂപാന്തരപ്പെടുത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. പൗലോസ് ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സഭയെ കുറെ ആൾക്കാർ മീശയും പഠിച്ച് വെള്ളയിട്ട് അങ്ങനെ ഇരിക്കണമെന്നല്ല പൗലോസ് പറഞ്ഞത്, മറിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നു. അവരുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം അവരൊരു ദൈവത്തിന്റെ മക്കളാണെന്നുള്ളത്. മുഖം നോക്കിയിട്ടല്ല, ഹൃദയം നോക്കുമ്പോൾ അറിയാം. എന്താണ്? എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ ഇത്രയും കിടന്നു എന്നുവെച്ചാൽ ഞാനും ആ ഗണത്തിലൊക്കെ അല്ലേ? നമുക്ക് തോന്നുന്നില്ലേ ഞാനും ആ ഗണത്തിലൊക്കെ പെട്ടാണെന്ന്? പക്ഷെ പൗലോസ് പറയുക, നമുക്ക് ഇവിടെ ഈ പെടല് വെളിയിലും വേണം. ആരോടാ? നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം വായിച്ചു 3-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ എന്ത് ചെയ്തു? 3-ാം അധ്യായത്തിൻ്റെ നമ്മൾ 1-ാം വാക്യത്തിൽ വായിച്ചപ്പം അതിൻ്റെ 2-ാം വാക്യത്തിൽ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ പത്രമാണ്. എന്നിട്ട് ഈ ചേഞ്ച് എവിടെ വരെ ചെന്നെന്നറിയാവോ? പൗലോസ് പറയാം, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് വെറുതെ അല്ല, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ കൊണ്ട് കൊരിന്ത്യയിലെ വിശ്വാസികളെ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ഹൃദയത്തിനകത്തൊരു രൂപാന്തരം വരണം, ഒരു ചേഞ്ച് വരണം. ഞാൻ പറയാം, ഇന്ന് ഈ ബാക്കിയുള്ള ചേഞ്ച് ഇല്ലാത്ത ഭയങ്കര ഉപായം പ്രയോഗിക്കുന്നവരുണ്ട്. അവരുടെ വിഷയം എന്തുവാ? ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഭയങ്കര ഉപായം പ്രയോഗിക്കുന്ന കണ്ട ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ, ആളും തട്ടലടിയും കൂട്ടും ഒക്കെ ആള് കൂടുതലാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹൃദയത്തെ ചേഞ്ച് വരാത്ത ശുശ്രൂഷ പുതിയ നിയമ ശുശ്രൂഷ അല്ലെന്നാ പൗലോസ് പറഞ്ഞത്. അതിന്റെ ഒന്നുകൂടെ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം കൂടെ വായിച്ചു ഒന്ന്. പൗലോസ് താൻ വീണ്ടും, ഞാൻ ഈ എല്ലാ വാക്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ വായിക്കും. കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് ആയപ്പോൾ പറഞ്ഞു, അച്ഛാ ഇത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വിഷയമൊക്കെ മനസ്സിലാകുന്ന സഹോദരന്മാർ പറഞ്ഞു. അതുകൊണ്ട് ആ വിഷയം തന്നെ ഇന്നും എടുത്തത്. അതിന് ബാക്കിയൂടെ ചേർത്ത് പറയുകയാണ്, പഠിക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. വായിച്ചു വെച്ചാ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് എന്ത് ചെയ്യണം? കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ, എങ്ങനെയാ പറഞ്ഞത്? പൗലോസ് പറയുക, മൂടുപടം ഉണ്ടായിരുന്ന ആ വിഷയം ഞാൻ പിന്നീട് പറയാം. മൂടുപടം ഉണ്ടായിരുന്ന മുഖത്ത് എന്ത് ചെയ്യണം? കർത്താവിന്റെ തേജസ്സിനെ
കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. എന്നിട്ട് നാം എല്ലാവരും, കൊരിന്ത്യർ സഭയിലെ വിശ്വാസികൾ പറയാ, നാം എല്ലാവരും എന്ത് ചെയ്യണം? ആ അന്നേരം പറയാം, ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഇങ്ങനെ ഇടുന്ന ദാനമാണ്. ഒന്ന് കരം കൊടുത്ത് പറഞ്ഞാല് ഈ രൂപാന്തരം എങ്ങനെ വരുന്നതാ? ഞാൻ പറയും, ഈ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എന്ത് ചെയ്യും? കർത്താവിന്റെ മുഖത്തെ നമ്മൾ എന്തായിട്ട് മാറ്റും? കണ്ണാടി പോലെ പ്രതിബിംബിക്കുക. അന്ന് തേജസ് അച്ഛാ വെട്ടമാണോ ഇത്? തേജസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഒരുമാതിരി, എന്താ ആൾക്കാർക്ക് തോന്നുന്നത്? തേജസ്സിനെ അത് ഈ പരിപാടി നല്ല പരിപാടിയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, പണ്ട് ഈ കത്തോലിക്കലൊക്കെ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ ഒക്കെ തലയുടെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ ലൈറ്റൊക്കെ അടിച്ചൊക്കെ കണ്ടില്ലേ? തേജസ്. ആ തേജസ് നമ്മൾ പ്രതിബിംബിക്കണമെന്നാണോ ഈ പറഞ്ഞേക്കുന്നത്? കർത്താവിൻ്റെ തേജസ് എന്ന് പറയുന്നത് ഈ പറയുന്നതല്ല തേജസ്. തേജസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വാക്ക് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നോക്കട്ടെ, അവിടെ തോന്നുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നോക്കട്ടെ, അതാണ് നോക്കട്ടെ. 1 യോഹന്നാനിലാണോ? യോഹന്നാൻ 1 സുവിശേഷത്തിലാണോ? നോക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിന് അവിടെ തന്നെ അതിൻ്റെ 14 യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചോ. ആ അടുത്ത് താഴോട്ട്. അന്നേരം എന്ത് ചെയ്തു? തേജസ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ എഴുതിയിട്ടുണ്ട്? എന്താ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ പറയുകയാണ്, വചനം ജഡമായി തീർന്നു. യേശു കർത്താവ് ജഡമായിട്ട് ഭൂമിയിൽ വന്നു, വചനം ജഡമായി തീർന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ടോ യേശു കർത്താവിൽ ഒരു തേജസ് ആര് കണ്ടു? ഞങ്ങൾ ശിഷ്യന്മാർ കണ്ടെന്ന്. ലൈറ്റ് വല്ല നമ്മൾ സുവിശേഷത്തിൽ ലൈറ്റ് വല്ല കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ വട്ടത്തിൽ വല്ലോ ലൈറ്റാണെന്ന്. എന്തോ യേശു കർത്താവിൻ്റെ തലയുടെ ചുറ്റുമുള്ള ലൈറ്റ്, ഞങ്ങൾ തേജസ് കണ്ടെന്ന്. അല്ല എഴുതിക്കുന്നത് എങ്ങനെയാ? പിതാവിന്റെ അവന്റെ തേജസ്, ഞങ്ങൾ അവന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ് ഏകജാത പുത്രനിൽ കൂടെ ഞങ്ങൾ കണ്ടു. ഈ തേജസ് എന്ന് പറയുന്നത് എന്നാണെന്നറിയോ? ഇതാ പറയുന്നത് കർത്താവിന്റെ ക്യാരക്ടറിനെയായി തേജസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? തേജസ് കർത്താവിന്റെ. ഈ ശിഷ്യന്മാരെന്താ കണ്ടത്? ഇതുവരെ കാണാത്ത വചനമറിയാവുന്ന പരീശന്മാരിൽ നിന്ന് വ്യത്യസ്തനായൊരുവൻ, പാപത്തെ വെറുക്കുമ്പോൾ പാപിയെ സ്നേഹിക്കുന്നവൻ, കരുണ തോന്നുന്നു നിലവിളിക്കുന്നവന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവ്. നിങ്ങൾ സുവിശേഷങ്ങൾ എടുത്തു നോക്കിയ കർത്താവിന്റെ തേജസ് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്തവരുടെ മുമ്പിൽ ചെന്ന് സഹായിക്കുന്ന കർത്താവ്. സുവിശേഷം പറയാ, യോഹന്നാൻ പറയാ, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടതാ. എന്നിട്ട് നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് വരുമ്പോൾ പൗലോസ് പറയുക, ആ തേജസ്സിനെ എന്ത് ചെയ്തു? പ്രതിബിംബിക്കുന്നവരാകണം. എന്ത് ചെയ്യുക? ആ തേജസ്സിനെ ഈ പ്രതിബിംബിക്കുകയുണ്ട്, പിന്നെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പ്രതിബിംബിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ? ദാനമായി ദൈവം നമ്മിൽ കൂടെ പ്രതിബിംബിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അത് ആ വിഷയത്തിലേക്ക് പിന്നീട് കടന്നു വരാം. എന്നിട്ട് 4-ാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങിയ വാക്യത്തിൽ പൗലോസ് പറയാ, അതുകൊണ്ട് എന്തുകൊണ്ടാ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും. കർത്താവിൻ്റെ ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇപ്പോഴും അങ്ങോട്ടൊരു കർത്താവിൻ്റെ ക്യാരക്ടർ എന്തോ ക്യാരക്ടറാണ്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയില്ല, ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. കർത്താവിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി ഭാഗത്ത് വ്യക്തമായിട്ട് കർത്താവിൻ്റെ ക്യാരക്ടർ നമുക്ക് കാണാം. അതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തിൻ്റെ നോർമലായിട്ടുള്ള ഇടപാടിൽ നിന്ന് ഓപ്പോസിറ്റാണ് കർത്താവിൻ്റെ ക്യാരക്ടർ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ലോകത്തിൻ്റെ പ്രധാന ഇടപാടെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാത്തിനും നമുക്കറിയാം, ജഡിക പാപിയായ മനുഷ്യൻ, സിൻഫുൾ നേച്ചറുള്ള, സിൻ കറപ്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ വിളിച്ചാൽ തിരിച്ചു വിളിക്കണം. ആശ്വാസം വരണമെങ്കിൽ എപ്പോഴാണെന്നറിയോ? എന്നെ ഒന്ന് വിളിച്ചാൽ മിനിമം 2 വിളിക്കണം. പറ്റിയില്ല ഒന്നെങ്കിലും എന്ത് ചെയ്യണം? വിളിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഒരു ചേട്ടത്തടിക്കുന്നവന്, ഞാൻ പറഞ്ഞു ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയോ, ക്ഷമയുടെ, ശത്രുവിനെ
അച്ഛാ അത് മാത്രം പറയല്ലോ, ബാക്കിയെല്ലാം വേണേ ശത്രുവിനോട് ക്ഷമിക്കാം. ശത്രുവിനെ എന്ത് ചെയ്യാം? എനിക്ക് ഐ ക്യാൻ ഫോർഗീവ് ടു മൈ എനിമി, പക്ഷെ എനിക്കെന്തില്ല, ഐ കനോട്ട് ലവ് മൈ എനിമി. ശത്രുവിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്നേഹിക്കാൻ പറ്റത്തില്ല. ശിഷ്യന്മാർ പറയുക, ഞങ്ങൾ അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ, അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു. ഞാൻ പറയാം, ഈ തേജസ് വരുന്നവരുടെ ജീവിതം ടോട്ടലി ചേഞ്ച് ആവും, അത് റിഫ്ലക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാൻ മുമ്പായിട്ട് പൗലോസ് പറഞ്ഞത് തങ്ങൾക്ക് ലഭിച്ച ശുശ്രൂഷയെ പറ്റി പറയുക. തങ്ങൾക്ക് ലഭിച്ച ശുശ്രൂഷ തങ്ങളുടെ എന്തല്ല, കഴിവല്ല, ഞങ്ങളുടെ പ്രാപ്തിയല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് കേട്ടല്ലോ, എന്നെ നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ വാക്യം എടുത്ത് വായിച്ചത് ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ, ചാപ്റ്റർ 3, 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3, അതിൻ്റെ അകത്ത് അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ 5-ാം വാക്യം 5ഉം 6ഉം വായിച്ചു. ഞങ്ങളിൽ നിന്ന് തന്നെ ആ വരുമ്പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ആ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. ശ്രദ്ധിച്ച, ഞങ്ങളുടെ പ്രാപ്തി എന്താ? ദൈവത്തിന്റെ ദാനമത്രേ. അടുത്തത്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ ആ പ്രാപ്തരാക്കി. എല്ലാം ആര് ചെയ്തതാ? കർത്താവ് ചെയ്തതാ, ദാനമായിട്ട് ചെയ്തതാ. അതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തിനകത്ത്, നമ്മൾ ആദ്യം വായിച്ചല്ലോ, അവസാനം 5-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, എന്തായിരുന്നു? ഹൃദയത്തിനകത്ത്, മുഖത്ത് നോക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല, ഹൃദയത്തിലേക്ക് നോക്കുന്നവർക്ക്, ഹൃദയം വായിക്കുന്ന, നമ്മുടെ ജീവിതത്തെ വായിക്കുന്നവര്, നമ്മുടെ കൂട്ടുവിശ്വാസികള്, നമ്മുടെ കുടുംബത്തിലുള്ളവര്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, ഇവരൊക്കെ ആരാ? അവരൊക്കെ ക്രിസ്തുവിന്റെ പത്രങ്ങളെന്നാ പൗലോസ് പറഞ്ഞേ. സകല മനുഷ്യരും വായിക്കുന്ന പത്രമാണ് നമ്മൾ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ അനുയായിയാന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞാൽ മറ്റേ ലോകമനുഷ്യൻ ഒന്ന് പറഞ്ഞാൽ ഒന്നേ പറയത്തുള്ളൂ, ഇവ 3 പറയും. ഞാൻ പറഞ്ഞത് തിരിച്ചെത്ര പറയും? 3 പറയും. ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയം ഞാൻ എടുക്കുന്നില്ല. കൊലോസ്യലേഖനമൊക്കെ വായിക്കുമ്പോൾ ഞാൻ പറയാം, അവിടെ പറയുകയാണ്, നമുക്ക് ഒരു നഷ്ടമുണ്ടായാൽ പോലും അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കണം. അവകാശം എന്ന പ്രതിഫലം ആര് തരും? യജമാനൻ ഇവരോട് പറയുന്നത് ആരോടാ? യജമാനന്മാരോടും ദാസന്മാരോടും പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, നീ മനസ്സിലാക്കണം, കർത്താവ് നിനക്ക് പ്രതിഫലം തരും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ആവശ്യത്തിലേക്ക് പോകുന്നില്ല. പൗലോസോട് പറഞ്ഞതിന്റെ ചുരുക്കം, തനിക്ക് ലഭിച്ച എല്ലാ ശുശ്രൂഷകളും ആദ്യോടന്തം നോക്കിക്കഴിയുമ്പോൾ ആരുടെ പ്രാപ്തിയാ? അങ്ങനെയുള്ളവൻ ഒരിക്കലും പുകഴ്ച. അടുത്ത കാര്യം പറ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനൊന്നും പുകഴാനില്ലെന്ന് പറഞ്ഞേരെ. ഹല്ലേലൂയ. ഒന്നും അവനെന്തില്ല, അവന് പുകഴാനില്ല. കാര്യം പ്രാപ്തി ആരുടെയാ? ദൈവത്തിന്. ഞാൻ ആ വിഷയത്തെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെടുത്ത് കർത്താവ് ചെയ്തൊരു നമുക്കറിയാം, വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു അത്ഭുതമാണ്. 2-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവിടെ കാനാവിൽ വെള്ളം വീഞ്ഞാക്കുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, അറിയാം. അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും വചനം അറിയാത്തവരുണ്ടെങ്കിൽ 2-ാം അധ്യായത്തിൽ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വിട്ടാരെ. ശ്രദ്ധിച്ച് വായിക്കണം, കുഞ്ഞുങ്ങളോട് വായിച്ചോണം, നിങ്ങൾക്ക് അറിയാവുന്നതാ. ഞാൻ 2-3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, അവർ ശ്രദ്ധിച്ച് വായിച്ചോ. ആ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുവാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. അടുത്ത വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ 11-ാം വാക്യത്തിൽ പറയുന്ന ഭാഗം എന്താണെന്നറിയോ? യേശു ഇത് അടയാളങ്ങളുടെ ആരംഭമായി ഇവിടെ ചെയ്ത് കാനാവിൽ വെച്ച് തൻ്റെ
മഹത്വം. മഹത്വം എന്ന് പറഞ്ഞാൽ തൻ്റെ തേജസ് വെളിപ്പെടുത്തി, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. മഹത്വം വെളിപ്പെട്ടാനുള്ള പ്രത്യേകത എന്ന് അറിയാമോ? ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ വെളിപ്പെട്ടാലുണ്ടല്ലോ, നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ അവനിൽ വിശ്വസിക്കും. ഇവൻ എന്താ ഒരു പ്രത്യേകതയുള്ളവനാണല്ലോ, ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ ഒന്നിങ്ങോട്ട് പറയുമ്പോൾ ഒന്ന് പറയാത്തവനാണല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ തേജസ് ഉണ്ടാക്കരുത്. കരം കൊടുത്തു പോയി. തേജസ് എന്ത് ചെയ്യല്ലേ? തേജസ് ഉണ്ടാക്കിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള തേജസ് ഉണ്ടാക്കുന്നവരാണ് ഇനി ഞാൻ കർത്താവിൻ്റെ തേജസ്സിനെ പറ്റി എനിക്ക് മനസ്സിലായി, ഞാൻ ഇനി ആരോടും കോപിക്കത്തൊന്നുമില്ല, ഞാൻ മിണ്ടായിരിക്കും. ഇത് മുഴുവൻ പിടിച്ച് കെട്ടി വെച്ചേക്കുക. അവസാനം ഒരു 3 മാസം കഴിയുമ്പം ഇതെല്ലാം കൂടെ വന്നിട്ട് ഈ അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ. മറ്റേ ചെറുതേ വരത്തുള്ളായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തേജസ് ഉണ്ടാക്കാൻ പോയാൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും? ഇത് പൊട്ടും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവല്ല, എന്താ? ദാനമാണ്. വി ആർ റിഫ്ലക്റ്റിംഗ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിൻ്റെ ആ ക്യാരക്ടർ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറയാൻ വന്നത്, ഇവിടെ നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത്, ഈ 2-ാം തീയതി വായിച്ചപ്പോൾ എത്ര ആൾക്കാരെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം? ഹൗ മെനി? 12 അല്ല, എത്ര ഈ വായിച്ചതിനകത്ത് എത്ര ആൾക്കാരുണ്ടെന്നോ? എത്ര ആൾക്കാർ ഈ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്? 1 ജീസസ് മദർ ഉണ്ട്. പിന്നെ ആരുണ്ട്? ജീസസ് ഡിസൈപ്പിൾസ് ഉണ്ട്. മദറുണ്ട്. മദർ പറഞ്ഞു. അത് ഒന്നുകൂടെ പറഞ്ഞു, ഉറക്കെ കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞു. ആരുണ്ട്? സെർവൻസ് ഉണ്ട്. സെർവൻറ്റ്, പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തേതാ? വിരുന്നുവാഴി അല്ലേ? ഉണ്ട്. സെർവൻസ് ഉണ്ട്, വിരുന്നുവാഴിയുണ്ട്. ഇത്രയും പേരാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ? പ്രധാനമായിട്ട് ഇത്രയുണ്ട്. പിന്നെ ആരെല്ലാം ഉണ്ടോ ഇതിനകത്ത്? ബ്രൈഡ് ആൻഡ് ഗ്രൂം അവർ പറഞ്ഞിട്ടില്ല ഇതിനകത്ത്. ഉണ്ട്. അതൊക്കെ നമുക്ക് അങ്ങ് അണ്ടർസ്റ്റുഡാ അല്ലേ? അന്നേരം ഇവിടെ ഞാൻ പറയാൻ വന്നത്, ഇവിടെ ഒരു ശുശ്രൂഷ ചെയ്ത് ഞാൻ പറയാൻ വന്നത്, നമ്മളെല്ലാവരും പറയുന്ന ആരെന്നറിയാം? യേശുവിൻ്റെ അമ്മ മറിയെ പറ്റി പറയും, യേശു കർത്താവിൻ്റെ അത്ഭുതത്തെ പറ്റി പറയും. ഇവിടെ ഇതൊന്നുമില്ലാത്ത കുറേ ശുശ്രൂഷക്കാരുണ്ട്, അവരെ പറ്റി പറയാനാണ് ഞാൻ വന്നത്. എന്താ? കുറേ ശുശ്രൂഷക്കാർ. ഇവരുടെ ഞാൻ പറയുക, വേണമെങ്കിൽ ഇവനിങ്ങോട്ട് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തുന്ന വീഞ്ഞ് കുടിച്ച്, എൻ്റെ അച്ഛാ എങ്ങനെയുണ്ട് വീഞ്ഞ്? സൂപ്പർ. ആരാ? ഈ ശുശ്രൂഷക്കാരന് വേണേൽ കൊണ്ട് കൊടുത്തയച്ച ആൾക്കാരോട് പറയാം. എന്തുകൊണ്ടാ പറയാം? കുടിച്ചോ ഇത് നല്ല ഓക്കെ അല്ലേ, ഞങ്ങളാ ഇത് കോരിയെല്ലാം റെഡിയാക്കിക്കൊണ്ട് വന്നെന്ന് വേണേൽ പറയാം. ശരിക്കും ശുശ്രൂഷക്കാരോട് എന്താ ചെയ്യുന്നറിയോ? അവരൊറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് പറഞ്ഞത് ചെയ്തു. കർത്താവ് എന്താ പറഞ്ഞു? വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഇവര് വെള്ളം നിറച്ചു. കർത്താവ് പറഞ്ഞു കോരി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. വേണമെങ്കിൽ ഇവർക്ക് പറയായിരുന്നു, എൻ്റെ അച്ഛാ ഇത് ഈ വെള്ളമെല്ലാം ഞങ്ങൾ പൊക്കിക്കൊണ്ട് അടി കിട്ടുന്ന എപ്പോഴാന്ന് ഓർത്തേച്ചാൽ മതി. വെള്ളം കോരി അത് നിറയ്ക്കാൻ പറഞ്ഞേച്ച് പിന്നെന്ത് ചെയ്യുക? കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. വല്ലാത്ത പറച്ചിലായിപ്പോയി കേട്ടോ. ഞാൻ പറയാം, ഇതെന്നാ കാണിക്കുന്നത് അറിയാവോ? അവർക്ക് യേശു കർത്താവിലുള്ളൊരു വിശ്വാസത്തെ കാണിക്കുന്നത്. മാത്രമല്ല, ഇവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ ഇതിനകത്ത് ഇവരെല്ലാം ശരിക്കും വിരുന്നുവാഴി ഇവർ കൊണ്ട് കൊടുത്തപ്പോൾ കുടിച്ച് സന്തോഷം. എടോ, ഇത്രയ്ക്കും നല്ല സാധനമോ? ഞാൻ പറയാം, നമ്മുടെയൊക്കെ ഞാൻ പറയാൻ കഴിയുന്നറിയാവോ? അവർ പറയും, അച്ഛാ ഇത് ഞങ്ങളൊന്നും ചെയ്തതല്ല. ഇതാരാ? ഞങ്ങൾ ചെയ്തതല്ല. ഒരുവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടതേ ഉള്ളൂ, അവൻ പറഞ്ഞത് ഞങ്ങൾ അനുസരിച്ചതേ ഉള്ളൂ എന്ന് വായിക്കാലം ഞാൻ പറയാം. ഇതാ ശരിക്കുള്ള ശുശ്രൂഷകന്റെ പ്രത്യേകത. അവനൊന്നും പുകഴാനില്ല. ഹല്ലേലൂയ. വെള്ളം വീഞ്ഞാക്കിയത്, ഹല്ലേലൂയ, ഗുണമില്ലാത്ത, മണമില്ലാത്ത, ഹല്ലേലൂയ, രുചിയില്ലാത്ത സ്ഥാനത്ത് എന്താ പറയുക, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ അവർ കൊണ്ടു കൊടുത്ത രുചിയുള്ള വീഞ്ഞ് കൊണ്ടു കൊടുത്തു. ഇന്നത്തെ കാലത്താണ് പൊടി കൊണ്ടിട്ട് കലക്കി ഇല്ലേ? അങ്ങനത്തെ പൊടി കലക്കി വേണേൽ വീഞ്ഞുണ്ടാക്കാതെ. അന്നത്തെ കാലത്ത് അത്ര ഇല്ലായിരുന്നു. നമുക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ആവശ്യം വന്നാൽ പെട്ടെന്ന് എടുക്കടാ പൊടി. ഇതിൻ്റെ പൊടിയുണ്ട്, ടാങ്ങി പോലത്തെ ഓറഞ്ച്, ഈ ഗ്രേപ്സിൻ്റെ കലക്കി വേണേൽ കൊണ്ട് കൊടുക്കാം. ഇന്ന് ചില ആൾക്കാർ ഈ ശുശ്രൂഷന്മാർ ചെയ്യുന്ന കലക്കി കൊടുപ്പാ. കാര്യം കൊടുത്താൽ കലക്കി കൊടുത്താൽ പോക്കാന്ന് പറഞ്ഞാൽ, കലക്കി കൊടുത്താൽ ചില ആൾക്കാർ കലക്കി കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി. ഞാൻ പറഞ്ഞത് കർത്താവ് പറയുന്നതെന്നാ അറിയോ? ശുശ്രൂഷക്കാർ. ഞാൻ പറഞ്ഞു, നമ്മുടെ ശുശ്രൂഷന്മാരോട് ഞാൻ എല്ലാവരും മൊത്തത്തിൽ പറയുക, നമുക്ക് ദൈവസന്നിധിയെ കൊടുക്കണമെന്ന് കർത്താവ് വല്ലതും തന്നിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞത് നീ ചെയ്തോ? അല്ലെ കർത്താവ് പറഞ്ഞ പോലെ നീ നിറച്ചോ? കർത്താവ് പറഞ്ഞ പോലെ എടുത്ത് നീ വിളമ്പിക്കൊടുത്തോ? അത് ശ്രേഷ്ഠകരമായ രുചിയുള്ളതായിട്ട് മാറും. ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് അവർ നിന്നോട് ചോദിക്കും.
അവരെന്താ ചോദിച്ചേ? അവിടെ ഒരു ചോദ്യമുണ്ട്. അവർ ചോദിക്കുന്നത് ആ വാക്യം വെച്ചാൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചോ. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വെള്ളം കോരിയ ശുശ്രൂഷക്കാർക്ക് മാത്രം മനസ്സിലായത് എവിടുന്നാ, ഇത് എവിടുന്ന് വന്നാന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ടാണ് അടുത്ത വാക്യം ഇരിക്കുന്നത്. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറേ. ഇതാ ഇവിടെ പറയുന്നത്. എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ല കലവറക്കാരനഴിഞ്ഞില്ല. അതിന് 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ നല്ല വീഞ്ഞ് ഇതുവരെ എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഞാൻ പറഞ്ഞ എന്നെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഞ്ഞ് ഇവരെ ഇത്രയൊക്കെ എൻ്റെ അച്ഛാ എവിടുന്നായിരുന്നു? ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ, ഇങ്ങനെ കൊണ്ടുവരാനേ. ആദ്യം തീർന്നേച്ച് ഇതൊന്നുമല്ല, എൻ്റെ കർത്താവ് പറഞ്ഞത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഞാൻ പറയട്ടെ, യഥാർത്ഥ പൗലോസ് താൻ അവിടെ പറയുന്നത് യഥാർത്ഥ ശുശ്രൂഷകന്റെ കാര്യമാണ്. ഹല്ലേലൂയ. താൻ എല്ലാം ആദ്യം തൊട്ട് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനമായ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഹൃദയത്തിൽ വരുന്ന ചേഞ്ചിന്റെ കാരണം എന്ത് തന്നെയാണ്? ദൈവത്തിന്റെ ദാനമാണ്. അവിടെ പറയുന്നത് എന്താ? ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനത്തെ പറ്റി ഇന്ന് പലക്കാലം ഞാൻ പറയാം, ഇത് നമ്മളെപ്പറ്റി പറയാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നമ്മളായിരിക്കുന്ന ലോക സാഹചര്യങ്ങളിൽ നോക്കിയിട്ട് ആൾക്കാർ നമ്മളെ നോക്കി പറയുമോ? ഹല്ലേലൂയ. പൗലോസ് പറയാ, നിങ്ങള് ഇവിടെ പറയുമ്പോൾ നിങ്ങള് എൻ്റെ പത്രമാണ്, മറ്റുള്ളവർ വായിക്കുന്ന പത്രമാണ്. ഞാൻ പറയാം, അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പത്രമാണ് നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് താൻ പറയുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം ഇവിടെ അതുപോലെ തന്നെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ എടുത്ത് നോക്കി അവിടെ എല്ലാം ഇതുപോലെ ചില ശുശ്രൂഷകന്മാരുണ്ട്, അവർക്കൊന്നും പുകഴ്ച പറവാനില്ല. ഇന്ന് പറയാൻ തന്നെ സ്വയം പൊക്കി അപ്പോസ്തൽ എന്ന് പേര് വിടുകയും റൈറ്റ് റെവറൻഡ് എന്നൊക്കെ ഇടുകയും ചെയ്യുന്നത് ഞാൻ തെറ്റൊന്നുമില്ല ഇട്ടോട്ടെ, അവർക്ക് ശുശ്രൂഷ കിട്ടിയായിട്ടോട്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറയാം, യഥാർത്ഥ ദൈവശിഷ്യന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, ഒന്നും എൻ്റേതല്ല, ദൈവം എനിക്ക് തന്നതാ, എൻ്റെ കഴിവല്ല, ദൈവത്തിന്റെ ദാനമാ. ഇന്ന് പൽക്കാലം ഇത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവത്തിലും നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും, കർത്താവ് എല്ലാം നീ തന്നതാണ്, ഒന്നും എനിക്ക് പറവാനില്ല, സകലവും നിന്റെ ദാനമാണ്. അങ്ങനെ ദൈവസന്നിധിയിലൊരു റെവലേഷൻ ഉണ്ടാകണം, അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളൊരു വ്യക്തിയെയാണ് പൗലോസ് ഈ ഭാഗത്ത്. നമുക്ക് തിരിച്ച് ഈ ഭാഗത്തിലേക്ക് വരാം. അവിടെ ഈ ഇവരുടെ ജീവിതത്തിൽ വന്ന ഈ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ വളരെ എന്താ വെച്ചാൽ ഇവരുടെ ഈ പ്രകാശം അടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെ പ്രകാശം അടിച്ചപ്പോൾ ഉണ്ടായി? ഇവരാരായിരുന്നു? ഒന്ന് വായിച്ചാൽ അതിൻ്റെ അകത്ത് 1 കൊരിന്ത്യർ 6-ന്റെ 1 കൊരിന്ത്യർ 1 കൊരിന്ത്യർ പൗലോസ് എഴുതുമ്പോൾ ഇവരെ പറ്റി പറയുന്നുണ്ട്. ഇപ്പം ഇവർക്ക് എന്താ? ഇപ്പം ഇവരുടെ മുഖത്തല്ല കാണുന്നത്, എവിടാണ്? ഹൃദയത്തിലാ അവരുടെ വെളിച്ചം കാണുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9 മുതൽ 11 വരെയുള്ളതൊക്കെ ഞങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അടുത്തത്, നിങ്ങളും ചിലർ എന്തായിരുന്നു? ഈ വകക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി? പൗലോസ് അവരെ പറ്റി നോക്കിയിട്ട് നമ്മൾ 2-ാം അധ്യായം ഒന്നുകൊണ്ട് പറയുക, ഇപ്പൊ നിങ്ങള് കർത്താവിന്റെ ആ വെളിച്ചമടിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? റിഫ്ലക്റ്റ് ചെയ്യുന്നവരായിട്ട് മാറി. ഇതെന്ന് പറയുന്നത് ഒരിക്കൽ കരം കൊടുത്തെന്ന് പറഞ്ഞേര്, രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞേര്, ഒന്ന് രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞേര്. ഏതാ നമ്മൾ വായിച്ച വാക്യത്തില് എങ്ങനെയാ പറഞ്ഞത്? അവന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ആ വാക്യം അതൊന്ന് വായിച്ച 3-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ നമ്മൾ വായിച്ച 3-ാം അധ്യായത്തിന്റെ അവസാനത്ത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി കാര്യം കൊടുത്തു. നമുക്ക് ഹോപ്പ് ഇനിയും ഉണ്ടെന്ന് പറഞ്ഞേര്. ഹല്ലേലൂയ. ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞേര്. ഹല്ലേലൂയ. അവിടെയും എടുത്തേക്കുന്ന വാക്കെന്നറിയാം, ദാനമായി. ശ്രദ്ധിച്ച വാക്കെന്താ എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ ദാനമായി നമ്മൾ എന്ത് ചെയ്യുന്നു? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ രൂപാന്തരപ്പെടുന്നു. ഇന്ന് പാലക്കാട് ഞാൻ പറയാം, ഈ വകക്കാരായിരുന്നവരെ ദൈവം എന്ത് ചെയ്തു? രൂപാന്തരപ്പെടുത്തി. ആ രൂപാന്തരപ്പെടുത്തി എങ്ങനെയാ? അവര് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി. നമുക്കിനി ആ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇത് പറയാൻ കാര്യം, നമ്മൾ നേരത്തെ ഒരു രൂപാന്തരമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ
യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ മിറക്കിള് എന്തായിരുന്നു? വെള്ളം ഒരു വലിയ രൂപാന്തരം സംഭവിച്ചു. ശുശ്രൂഷക്കാർ വല്ലതും ചെയ്തോ? അവർ കർത്താവ് പറഞ്ഞ ഇത് ചെയ്തത് മാത്രമേ ഉള്ളൂ. അവരല്ല വെള്ളം വീഞ്ഞാക്കിയത്, അവർ കൊണ്ടു കൊടുത്തു. ഞാൻ പറയും, ഇന്ന് പൽക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കർത്താവ് പറയുന്നത് ചെയ്താൽ മതി. ആരിൽ അത്ഭുതം ചെയ്തത് കർത്താവാ. ചില രുചിയില്ലാത്ത മണമില്ലാത്തതിനെ കർത്താവ് എന്ത് ചെയ്യും? അത് ചേഞ്ച് ചെയ്യും, രൂപാന്തരപ്പെടുത്തും. ഇത് സൂപ്പർ നാച്ചുറലാന്ന് പറഞ്ഞത്. പൊടി കലക്കുന്ന പരിപാടിയല്ല. പറഞ്ഞത് എന്തോ ഇത് കാര്യം കൊടുത്തോ? പൊടി കലക്കുന്ന പരിപാടിയല്ല, സൂപ്പർ നാച്ചുറലാ. സൂപ്പർ നാച്ചുറൽ പ്രത്യേകത, വെള്ളം ഒരിക്കലും എന്താകത്തില്ല, വീഞ്ഞാകത്തില്ല. ഒരിക്കലും വാട്ടർ വൈനാകത്തില്ല നാച്ചുറൽ തലത്തില്. എന്നാൽ വെള്ളം എങ്ങനെയാക്കാം? രൂപാന്തരപ്പെട്ട് എന്തായിട്ട്? വീഞ്ഞായിട്ട്. ഇത് സൂപ്പർ നാച്ചുറലാ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന രൂപാന്തരം ഞാൻ പറയാൻ വന്നത് അത് സൂപ്പർ നാച്ചുറലാ. നിങ്ങളും പലരും ഈ വകക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ രൂപാന്തരപ്പെടുന്നത് നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറലാ. കാര്യം ഈ വകക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും നാച്ചുറലിൽ മാറ്റാൻ സാധാരണഗതി പറ്റത്തില്ല. ഈ ക്യാരക്ടറൊന്നും എന്തുവാ, മദ്യപനെ ചോദിച്ചാൽ മതി. പിന്നെ ഇതുവഴി വന്നു ചോദിച്ചാൽ ശരിക്കുള്ള മദ്യപാൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഇടപെട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. സൂപ്പർ നാച്ചുറൽ ദൈവത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ മാറത്തില്ല. ഇവിടെ അവിടെ പറഞ്ഞ കുറച്ച് അച്ഛൻ പറഞ്ഞ ആൾക്കാരെ കുറച്ച് പേര് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്. അവിടെ പറയുന്നത് കള്ളന്മാർ, അല്ല വിഗ്രഹാരാധികൾ, ദുർനടപ്പുകാർ, പിന്നെന്തോ വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ. ഇവിടെ പറയുന്നത് ആ സ്വയഭോഗികൾ സ്വവർഗഭോഗികൾ എന്നാണ് ശരിക്കുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വവർഗഭോഗികൾ, പിന്നെ വ്യഭിചാരികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ. അത്യാഗ്രഹവും ഈ കൂടുതൽ പെട്ടാ കേട്ടോ. അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കിട്ടിയത് പോരച്ച കണ്ടന്റ് ആകാൻ അറിയത്തില്ല. ദൈവം തന്നതിനകത്ത് കണ്ടന്റ് ആകാൻ അറിയത്തില്ല. എന്നിട്ട് പറയാ പിടിച്ചു പറിക്കാർ എല്ലാം ഉണ്ട് ഈ കൂട്ടത്തില്. ഇവരാരും എന്ത് ചെയ്തില്ല? നിങ്ങൾ മുമ്പേ ഈ വകക്കാരായിരുന്നു. കരം കൊടുത്തു. സൂപ്പർ നാച്ചുറൽ ആയിട്ട് വലിയ ദൈവത്തിന്റെ ഒരു ചേഞ്ച് ഉണ്ടെന്ന് പറ. ഹല്ലേലൂയ. ഇന്ന് പലക്കാൽ നിങ്ങളെ കണ്ടംനേഷനിലേക്ക് കൊണ്ടുപോകാനല്ല ഞാനിത് പറയുന്നത്. വാട്ട് ഐ ആം ഡൂയിങ്, വി ഹാവ് എ ഹോപ്പ്. നമുക്കെന്തുണ്ട്? ഒരു പ്രത്യാശയുണ്ട്. ഇത് നാച്ചുറൽ തലത്തിൽ നടക്കത്തില്ല, സൂപ്പർ നാച്ചുറൽ ചില വിടുതലുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു കാര്യമേ ഉള്ളൂ, ശുശ്രൂഷകന്മാർ വെള്ളം കോരി കൊടുത്താൽ മതി, കർത്താവ് ബാക്കി ചെയ്തോളും. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷം നമ്മുടെ സഹോദരന്മാരെ ഓർത്തിട്ട്. കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാരെയും ഞാൻ പ്രത്യേകിച്ച് മനുവറിനെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം മനുവർ ഒത്തിരി ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു. അവിടെ നിന്നും വിളിച്ച് പോയ ലാംബറിലെയും അവിടെ ഇവിടെ എല്ലാവരെയും വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് തള്ളി കയറ്റി. പിന്നെ ബാക്കി നമുക്കറിയത്തില്ല. ബാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തി. സൂപ്പർ നാച്ചുറലി കർത്താവ് അവരെ ചേഞ്ച് ചെയ്തു. ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ കഴിവല്ല, ദൈവം ചെയ്യുന്ന നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറലാ. ഈ വെള്ളം അടിക്കുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടിടുമെന്നറിയോ? എന്തോ ഒരു സ്ഥലം ഉണ്ടല്ലോ വെള്ളം അടിക്കുന്നവരെ മാറ്റാൻ വേണ്ടി. ഡി അഡിക്ഷൻ സെന്റർ കൊണ്ടുപോയി 10-15 വരെ എനിക്കറിയാം. എല്ലാവരും അവിടെ ചാടി ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെന്ററിൽ അതെ ധ്യാനം കൂടാൻ കൊണ്ടുപോകും ചിലരെ. ഒരാളെ എനിക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് എല്ലാം അവിടെ ചെന്ന് മനസ്സിലായി സംഗതി ഇറങ്ങാൻ പറ്റത്തില്ല. ഉടനെ പുള്ളി പതുക്കെ അവിടെ ചെന്ന് അഭിനയിച്ചു. എന്ന് വെച്ചാൽ ഭയങ്കര ഈ കള്ളന്മാർ ജയിലിൽ എന്നാ കാര്യം അറിയാം. ജയിലായി കഴിഞ്ഞാൽ നല്ല കള്ളന്മാർക്ക് ശിക്ഷയൊക്കെ എന്ത് ഇളവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഡോക്ടർസാ ഈ പുള്ളി അവിടെ ചെന്ന പുള്ളി ഭയങ്കര അഭിനയിച്ച് കാണിച്ചു. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല. വിട്ടു വന്ന് വണ്ടി ഇറങ്ങി വരുന്ന വഴി കള്ളുഷാപ്പിൽ കണ്ടു നിർത്തി അടിച്ചു വെച്ച് വീട്ടിൽ പോയി. കാര്യം ഇവർക്ക് 6 മാസത്തെ ഇതായിരുന്നു. ഒറ്റ മാസം കൊണ്ട് എന്ത് ചെയ്യുന്നറിയാം? പുള്ളിക്കാരൻ അവിടെ നല്ല മനുഷ്യനായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇത് ഉള്ളി കിടക്കുക. 6 മാസത്തെ ശുശ്രൂഷ കഴിയാതെ 1 മാസം കൊണ്ട് പുള്ളിക്കാരൻ ഇവൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഇവനെ ഇറക്കി വിട്ടു. പോയ ആൾ എന്നോട് പറഞ്ഞു, വണ്ടിയെ വരുന്ന വഴിക്ക് ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ നിർത്തിയിട്ട് കള്ളുഷാപ്പ് മൂത്രമൊഴിക്കാൻ മുട്ടെന്ന് പറഞ്ഞു. വണ്ടി നിർത്തി. പിന്നെ നേരെ കയറി കള്ളുഷാപ്പിൽ കയറി അടിച്ച് പൂക്കുറ്റിയായിട്ട് പിന്നെ വന്നു. ഞാൻ പറഞ്ഞു സൂപ്പർ നാച്ചുറൽ. കരം കൊടുത്ത് പറ, നാച്ചുറൽ തലത്തിൽ ഇതൊന്നും പറ്റത്തില്ലെന്ന് പറ. ഹാലേ. കാര്യം എന്നറിയാവോ? ഞാൻ പറയാം, വി ആർ സിൻ കറപ്റ്റഡ്. നമ്മളെല്ലാം പാപത്താൽ കറപ്റ്റഡ് ആയ ഒരു മനുഷ്യന്. അല്ലെ, മനുഷ്യന് സാധിക്കാൻ കഴിയാത്തത് എന്ത് കണ്ടാ കർത്താവ് ഭൂമിയിൽ വന്നത്? ജഡത്തിന് സാധിപ്പാൻ കഴിയാത്തതിനെ സാധിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. അവൻ എന്ത് ചെയ്യുന്നറിയോ? നമുക്ക് എക്സ്ട്രാ സ്ട്രെങ്ത് തരും. എങ്ങനെയാ ഇത് ചെയ്യുന്നിടുന്നേ? ഇതെന്ന് കർത്താവ് നമുക്ക് സ്ട്രെങ്ത് തരും. പരിശുദ്ധാത്മാവ് നമുക്ക് സ്ട്രെങ്ത് തരും. പരാജയങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ. ഞാൻ പറയാം, 10 കിലോ എടുക്കാൻ ഒരു കൊച്ചിന് ഇപ്പൊ ക്രിസ്ത്യന് മാക്സിമം എടുക്കാവുന്ന, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ,
20 കിലോയാന്ന് വിചാരിച്ചു. ചാക്ക് ഞാൻ കൊണ്ട് വെക്കുക. ഞാനൊരു 40 കിലോയുടെ ഒരു ചാക്ക് കൃഷിൻ്റെ തലയെ കൊണ്ട് വെക്കുക എന്ന് വിചാരിച്ചു. അതിനെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ പറയുന്നത് പറ്റാത്ത ചില കാര്യങ്ങളിൽ ചെറിയ സൂപ്പർ നാച്ചുറലായിട്ട് ദൈവം ചെയ്യും. പറ്റത്തില്ലെന്ന് പറയുന്നതിന് ദൈവം എന്തെയ്യുന്നറിയോ? പറ്റിക്കുന്ന ദൈവമാ. അത് നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ. എന്താണെന്നറിയോ? അതിൻ്റെ കൂടത്തിൽ നിന്ന് ഞാനൂടെ ഒരു കൈ ഒന്ന് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്തു? അവൻ്റെ തലയിൽ 40 കിലോ വെക്കാനോ പറ്റത്തില്ലല്ലേ? ഞാനിവിടെ സൈഡിൽ ചെന്ന് പതുക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ, കർത്താവിനെ വിട്ടുപോയാൽ നീ ഫെയിലാകും. ഹല്ലേലൂയ. കർത്താവിനെ വിട്ടുപോയാൽ നീ ഫെയിലാകും. കർത്താവ് നിന്റെ കൂടെ ഉണ്ടോ, പ്രതിസന്ധികളെ നീ അതിജീവിക്കും. കർത്താവ് നിന്റെ കൂടെ ഉണ്ടോ, സാഹചര്യങ്ങളെ നീ അതിജീവിക്കും. നിന്റെ സ്വന്തം കഴിവിൽ പോയാൽ നീ എപ്പോൾ വീണം നോക്കിയാൽ മതി. ഹല്ലേലൂയ. സ്വന്തം കഴിവ്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് വെച്ചാൽ ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ദ ലോർഡ്. നമ്മുടെ ജീവിതം പരിപൂർണമായി ക്രിസ്തുവിനോട് ഡിപ്പെൻഡ് ആകുന്ന ക്രിസ്തീയ ജീവിതം. അവിടെ ജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പൗലോസ് താൻ പറയുമ്പോൾ ഞാനിത് ഈ പറഞ്ഞ ഭാഗത്ത് തന്നെ 2 കൊരിന്ത്യർ വരുമ്പോൾ ഇത് കേട്ട് നമ്മൾ വായിക്കുമ്പോൾ ചോദ്യം ചോദിക്കുക. അതിൻ്റെ 2 കൊരിന്ത്യർ നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പ് കഴിഞ്ഞ ദിവസം വായിച്ച വാക്യമോ അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചത്. 2:15. അതിൻ്റെ 14-ാം വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചേ, എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുക. പൗലോസ് പറയും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുക. എന്നിട്ട് അതിൻ്റെ ആ ചോദ്യത്തിന് താൻ താവോട്ട് പിന്നെ അതിനെപ്പറ്റി വായിക്കുക. ദൈവം അത് ആരുടെ? അത് വലിയ വാസനയാണ്. അങ്ങനെ അത് ദൈവത്തിൻ്റെ താവോട്ട് വായിച്ചാൽ മതി. തൻ്റെ ജീവിതത്തിൽ തന്നെ ജയോത്സവമായി നടത്തുന്നത് കാണുന്നൊരു വാസന. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ലോക മനുഷ്യന് ഹല്ലേലൂയ പരാജയപ്പെടുന്ന സ്ഥാനത്ത് നീ ജയാളിയായി നിൽക്കുമ്പോൾ ഇതൊരു വാസനയാണ്. അവൻ ചോദിക്കും, എടാ നിനക്കിതെങ്ങനെ പറ്റി? ഹല്ലേലൂയ, ഈ സാഹചര്യത്തെ നീ എങ്ങനെ അതിജീവിച്ചു? ഹല്ലേലൂയ, അവര് നോക്കുമ്പോൾ അവർക്കില്ലാത്തൊരു കഴിവാണ് നിന്റെ കയ്യിലുള്ളത്. അവര് നോക്കിയിട്ട് പറയും ഇതെങ്ങനെ പറ്റി? പൗലോസ് അതിന് ഉത്തരം എന്താ പറയുന്നറിയോ? 16-ാം വാക്യത്തിന്റെ അവസാനം, എന്നാൽ ഇതിനാർ പ്രാപ്തർ. എന്താ ഇരിക്കുന്നത്? എന്നാൽ ഇതിന് ആരെ കൊണ്ട് പറ്റുമെന്ന്. ഹല്ലേലൂയ, എപ്പോഴും ജയോത്സവമായി നിൽക്കാൻ ആരെ കൊണ്ട് പറ്റും? അതാ നമ്മൾ കഴിഞ്ഞ ദിവസം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. എന്തായിരുന്നു? അവൻ ഞങ്ങളെ പ്രാപ്തരാക്കി. അവൻ ഞങ്ങളെ, നമ്മുടെ ദൈവം നമ്മളെ പ്രാപ്തരാക്കി. ഇന്ന് പൽക്കാലം എനിക്ക് പറയാനുള്ളത് ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ പറ്റി ദൈവത്തിന്റെ പ്രത്യേകത നമ്മൾ രൂപാന്തരം പ്രാപിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ, നമ്മളൊരു ജീവനുള്ള ലിവിങ്. ഇവിടെ പിന്നെ അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി പറയുമ്പോൾ. നമുക്ക് ആ ഒരു പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് താൻ പറയുന്നത് നമുക്ക് വായിക്കാം. നമുക്ക് അതിൻ്റെ തന്നെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കിയെന്നാണ് പറഞ്ഞത്. എന്തിൻ്റെ? പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കി. ആ വാക്യം ഏതാ? അതിൻ്റെ 6-ാം വാക്യം. ഞങ്ങളെ എന്ത് ചെയ്തു? പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? പുതിയ നിയമ ശുശ്രൂഷയ്ക്കകത്തേ ഉള്ളൂ ഈ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. പുതിയ നിയമ ശുശ്രൂഷയ്ക്കകത്തേ ഉള്ളൂ ഈ സൂപ്പർ നാച്ചുറൽ. അവിടെ മാത്രമേ ഒരു വ്യക്തിക്ക് രൂപാന്തരം വരത്തുള്ളൂ. ഞാൻ പറയാം, ന്യായപ്രമാണത്തിന് കീഴിൽ ഇവിടെ വന്ന് അവിടെ വന്ന പൗലോസിനെ ചോദ്യം ചെയ്ത ആൾക്കാർ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരാ. അവർ കൂട്ടിച്ചേർക്കുന്നവരെ പറ്റി അവർ വന്ന് പറയും, പറഞ്ഞു പോവും. അവർ വരുന്നു പറഞ്ഞിട്ട് പോകുന്നു, ഇവരെ അവർ കൊല്ലപ്പെടുക ചെയ്യുന്നത്. അക്ഷരം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. ആത്മാവ് എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു. ഞാൻ പറയാം, ചില സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വിടുതലുകൾ താന്റെ ശുശ്രൂഷയിലുണ്ടെന്ന് പൗലോസ് പറയുക. എന്നിട്ട് താൻ പറയുന്ന കാര്യമാണ് തുടർന്നുള്ള. നിങ്ങൾ അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അടുത്തൊരു പാരഗ്രാഫ് വരെ തുടങ്ങുന്നല്ലേ. അതിനകത്ത് തേജസ് എന്നുള്ള എത്ര പ്രാവശ്യം ഒരു ക്വസ്റ്റ്യനാണ്. കുഞ്ഞുങ്ങൾ നോക്കിക്കേ, കൗണ്ട് ചെയ്ത് എന്ന് പോയോ എല്ലാവരും? 2 Corinthians chapter 3 verse 7 to 11. How many times glory mentioned there? How many times? എത്ര പൗലോസ് തേജസ് എന്ന് പറയുന്നുണ്ട്. തേജസ് എന്തുവാ? അത് നോക്കി ഒന്ന് വായിച്ചേ. അവിടെ അച്ഛൻ ഒന്ന് വായിച്ചു വെച്ചേ. ശരി, ഒന്ന് മോശയുടെ മുഖ തേജസ്. വീണ്ടും തേജസ്. വീണ്ടും തേജസ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. തേജസ് ഏറിയതായിരിക്കും. അടുത്തത് നീ അവിടെ
ഇപ്പൊ നിങ്ങൾ വായിച്ചാൽ മുഴുവൻ എന്തോ മുഴുവൻ എന്താ പറയുന്നത്? തേജസ് 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 എന്താ പറയുക? മറ്റേടത്ത് തേജസ് ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വന്നോളൂ ചെറിയൊരു തേജസ് ഉണ്ടായിരുന്നു. കുറച്ച് അതെന്നറിയോ, ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ചെറിയ തേജസ് വരും. അത് ചെറിയ തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ ഇനിയിപ്പം ഞാൻ പാസ്റ്റർ സംഘ പ്രസംഗം ഇപ്പം നീ നരകത്തിൽ പോകാൻ പോവാ, ഇല്ലെങ്കിൽ നിന്റെ കോപമൊക്കെ വരുവാണ്, ഇനി ഞാൻ എന്ത് ചെയ്യാം? ഈ കൽപ്പന കേട്ടപ്പോൾ എന്ത് പറ്റി? ഇനിയിപ്പോൾ ഞാൻ കോപിക്കത്തില്ല, നല്ലവനായിട്ടിരിക്കാമെന്ന്. അതാ ചെറിയ തേജസ് എന്ന് പറഞ്ഞാൽ. കുറച്ച് ദിവസം എൻ്റെ അച്ഛനെ കണ്ടാലേ കുഴപ്പമൊന്നുമില്ല, എപ്പോഴാണ് ഇത് പൊട്ടി തീരുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ അതാ പറയുന്നത് സൂപ്പർ നാച്ചുറൽ എവിടെയേ ഉള്ളൂ? പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. ഞാൻ ആ തേജസ്സിനെ പറ്റി വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. താൻ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, പൗലോസ് താൻ മോശയുടെ മുഖത്തെ തേജസ്സിനെ പറ്റി പറയുന്നുണ്ട്. അത് പഴയ നിയമത്തിൽ പുറപ്പാട് ദിവസം 34-ാം അധ്യായത്തില്ല. മോശ എന്ത് ചെയ്തു? മോശ 40 ദിവസം മലമേൽ കയറി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ മോശയുടെ മുഖം എന്ത് ചെയ്തു? തേജസ് ഉള്ളതായി. താൻ ഇറങ്ങി വന്നപ്പോൾ താഴെയുള്ളവർ പേടിച്ചു പോയി. മോശയുടെ മുഖത്ത് എന്തുണ്ട്? ഒരു തേജസ്. എന്ന് കാര്യം ദൈവസന്നിധി ഇരുന്നാൽ തേജസ് ഉണ്ടാകും എന്ന് പറഞ്ഞേര്. ദൈവസന്നിധിയിൽ ഇരുന്നാൽ തേജസ് ഉണ്ടാകും. ഈ തേജസ് എന്തോ ഒന്നുകൂടെ, തേജസ് എന്തോ നമ്മുടെ ക്യാരക്ടറിന് വരുന്ന ചേഞ്ച് കേട്ടോ. തേജസ്സിന് വരുന്ന എന്തോ ക്യാരക്ടറിന് വരുന്ന. മോശ എവിടെ ഇരുന്നു? നിങ്ങൾ വായിക്കണമെങ്കിൽ വാക്യമല്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. മോശ മലമേൽ കയറി അവിടെ ചെന്ന് ദൈവത്തോട് 40 രാവും 40 പകലും ഇരുന്നു. ഇറങ്ങി വന്നപ്പോൾ തൻ്റെ മുഖം തേജസ് വന്നു. അതുകൊണ്ടപ്പം അഹരോനും ഇല്ല, അഹരോനല്ല തൻ്റെ ചേട്ടനല്ല, ആരാ അഹരോനല്ലോ, അഹരോനും എല്ലാം പേടിച്ചു പോയി. അവനെ കൊണ്ട് മാറി നിന്നു. മോശ പറഞ്ഞു കുഴപ്പമില്ല. അവൻ്റെ മുഖത്ത് അവിടെ വേദപണ്ഡിതന്മാർ പറയുന്നത് തൻ്റെ മുഖത്ത് അതിനു മുമ്പ് ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി തൻ്റെ ക്യാരക്ടർ ചേഞ്ചായി വരിക ദൈവസന്നിധി ഇരുന്നപ്പോൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ തേജസ്സിനൊരു പ്രത്യേകതയുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചാൽ അതിൻ്റെ രസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് വായിക്കുന്നത് വാക്യത്തിൽ ആ തേജസ് അത് പഴയ നിയമത്തിൽ പറയാത്തൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. 13-ാം വാക്യം ഒന്ന് വായിച്ചാൽ, 12-13 വാക്യം വായിച്ചു വെച്ചാൽ 3:12-13. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം. ശ്രദ്ധിച്ച് എന്താ പറഞ്ഞേക്കുന്നേ? നീങ്ങിപ്പോ തൻ്റെ മുഖത്തൊരു തേജസ് വന്നു. പക്ഷെ ഈ തേജസ് എന്തായിരുന്നു? നീങ്ങിപ്പോകുന്നത്. പൗല എന്തിനാ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമുക്ക് ഈ തേജസ് കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനല്ല. അങ്ങനെ തേജസ് കാണാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തേജസ് ഉണ്ടെങ്കിലും അവർക്ക് കാണാം. അവരോട് സംസാരിച്ചത് വായിക്കുന്നുണ്ട്. തേജസ് ഉള്ള സമയത്ത് തന്നെ നിങ്ങൾ പേടിക്കണം, ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. 34-ാം അധ്യായത്തിൽ അവരോട് വന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശയ്ക്ക് മനസ്സിലായി ഈ തേജസ് എന്ത് ചെയ്യുക, ഇത് ഫെയ്ഡിങ് ആയിട്ടുള്ള എന്താ പറയുന്നത്, അത് തേജസ് ഫെയ്ഡിങ് ആയിട്ടുള്ള ഗ്ലോറിയ, ഫെയ്ഡിങ് ഗ്ലോറിയ. കുറച്ച് നേരം തന്നെ ഉള്ളായിരുന്നു. ഉടനെ മോശയ്ക്ക് തന്നെ നാണക്കേടായി. കുറച്ച് കഴിയുമ്പോൾ തൻ്റെ സ്വഭാവം വീണ്ടും പഴയ പോലെ ആകുമെന്ന് വിചാരിച്ചിട്ട് താൻ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ കാണാതിരിക്കാൻ വേണ്ടി മുഖത്ത് എന്ത് ചെയ്തു? പിന്നെ ഈ തേജസ് മുഴുവൻ പോയി കഴിയുമ്പോൾ അങ്ങ് ഊരും. കാര്യം അവരെ പോലെ തന്നെ അങ്ങ് ആകും. ഞാൻ എന്നിട്ടിവിടെ പറയുക, എന്നിട്ട് താഴോട്ട് പറയുക, ഇനി നിങ്ങൾ ഈ വേദഭാഗത്ത് വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. എൻ്റെ 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ എത്ര പ്രാവശ്യം കമ്പാരിസൺ ഓഫ് ദ ഗ്ലോറി ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി പറയുക. നിങ്ങൾ ഓരോ ഭാഗം വായിച്ചാൽ അതിൻ്റെ 10-ാം വാക്യത്തിലൊക്കെ വായിച്ചു. 10-ാം വാക്യം ഒന്ന് വായിച്ചാൽ 10-ാം വാക്യത്തിൽ അതിമഹത്തായ തേജസ് പുതിയ നിയമത്തിൽ വന്നപ്പം പഴയ ഉണ്ടായിരുന്ന ചെറിയ തേജസ് ഒന്നുമില്ലാത്തതായി പോയി. അച്ഛാ ഞാനൊരു വലിയ ടോർച്ച് ലൈറ്റ് മേടിച്ചു, എന്തോ പവറാണ്, ഇന്ന് അടിച്ച് അപ്പുറത്തെ വീട് നട്ടുച്ച സമയത്ത് ലൈറ്റ് അടിച്ച് അവിടെ നിന്ന് കാണത്തുമില്ല. ഇതാ പറഞ്ഞിട്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഗാധമായ തേജസ് വന്നപ്പോഴത്തേനും മറ്റേത് എന്ത് ചെയ്യാനില്ല, കാണാനില്ല. പുതിയ നിയമ ശുശ്രൂഷയുടെ തേജസ് താൻ പറയുക. എന്നിട്ട് താഴോട്ട് താൻ വായിക്കുക, അവരോട് പറയുക ഇതിൻ്റെ മുമ്പിൽ ഒരു മൂടുപടം അവരുടെ മേലുണ്ടായിരുന്നു. എന്നാ പറയുക, എന്നിട്ട് താനാ പറയുക ആ മൂടുപടം മാറ്റിയ മുഖത്ത്. നമ്മളത് ലാസ്റ്റ് വായിച്ച വാക്യം ഇന്ന് നിർത്താൻ പോകും 18-ാം വാക്യത്തിൽ. എന്നാൽ മൂടുപടം, ഞാൻ പറയും ഇന്ന് പൽക്കാലം പറയാം, ചില മൂടുപടം കിടക്കുന്നത് മാറിയെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ മാറത്തുള്ളൂ. ഹാലലൂയ. കാര്യം കൊടുത്ത് പറഞ്ഞേര്, ചില മൂടുപടങ്ങൾ മാറിയെങ്കിൽ മാത്രമേ തേജസ്സിനെ പ്രതിബിംബിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില നിയമത്തിന്റെ ശുശ്രൂഷകള്, ചില കമാൻഡ്മെന്റുകള്, ചില ലോകള് അത് അവരുടെ ഹൃദയത്തിൽ കിടക്കുക. അങ്ങനെ നേരെയാകാമെന്നാണ് വിചാരിച്ചിരുന്നത്. മോശ പറയുക, അല്ല ഇവിടെ പൗലോസ് പറയുക തൊട്ട് മുമ്പില് അതിന്റെ 16-ാം വാക്യം എടുന്ന് വായിച്ച എന്തോ ചെയ്യുന്ന പറഞ്ഞേക്കുന്നേ, മൂടുപടം. എങ്ങനെ ഈ മൂടുപടം എന്ന് പറയുന്നത് ഈ പ്രതിബിംബിക്കാൻ തടസ്സമായിട്ട് നിൽക്കുക. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യും?
മൂടുപടം നീങ്ങിപ്പോവും. മൂടുപടം നീങ്ങിയാൽ എന്ത് ചെയ്യും? മൂടുപടം എന്നിട്ട് പറയാം കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടുപടം നീങ്ങിയ മുഖത്തേക്ക് ആത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് എവിടെയും കയറി ചെല്ലാം. ആത്മാവിന് കാര്യം നമ്മുടെ ജഡമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. കർത്താവ് ആത്മാവാകുന്നു. ഈ മൂടുപടം നീങ്ങിയ മുഖത്തേക്ക് കർത്താവിന്റെ തേജസ് അടിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യമുള്ള ആത്മാവ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നിന്റെ ക്യാരക്ടർ രൂപാന്തരപ്പെടുത്തി, നിന്റെ ചിന്തകളെ മാറ്റി, നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി, നിന്റെ ക്യാരക്ടർ മാറ്റി ദൈവത്തിന് അനുരൂപമാക്കി നിന്നെ മാറ്റുക. വീണ്ടും ഞാൻ പറയട്ടെ, ദാനമായി നിങ്ങളിൽ തരുന്ന. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നിട്ട് താൻ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ വായിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ശുശ്രൂഷയാണ് ഞങ്ങൾക്കുള്ളത്. ഏതാ 4:1 നമ്മൾ വായിച്ചാൽ എന്തുവാ? അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചത്. ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഇത് ചെറിയ ലൈറ്റ് കിട്ടുന്നതല്ല, ഒരുവനെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്നതാ. ഹല്ലേലൂയ. കുടിയന്മാരെ കുടി മാറ്റുന്നതാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ പിന്നാലെ പോകുന്നവരെ അതിന്റെ പിന്നാലെ നിന്ന് മാറ്റി ദൈവത്തിന്റെ സന്നിധി കൊണ്ടുവരുന്നതാ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ഈ ഗണത്തിൽപ്പെട്ടവരായിരുന്നു അല്ലേ? ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മളെല്ലാം ലോകത്തിന്റെ പിന്നാലെ ഓടിയവരായിരുന്നു. എന്നാൽ ഇത് വായിക്കാം, ഈ തേജസ് ഇത് നമ്മളെ കണ്ടല്ലോ. പൗലോസ് പറയുക, ഈ ശുശ്രൂഷ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, നമുക്കുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശുശ്രൂഷയാണ്. അവന്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ. ഹല്ലേലൂയ. ഇതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ താഴോട്ട് പോയി ആ 4 ബാക്കി അധ്യായങ്ങൾ പോയി വായിച്ചാൽ മതി. ഇന്ന് പൽക്കാൻ ഞാൻ പറയുന്നത്, ഇന്ന് പൽക്കാൻ നിങ്ങളോട് പറഞ്ഞ ശുശ്രൂഷ എന്നറിയാം, സൂപ്പർ നാച്ചുറൽ. എഴുന്നേറ്റ് തന്നാട്ട് എല്ലാവരും. ഹല്ലേലൂയ. ഇത് നമ്മളെ ഹല്ലേലൂയ, ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് വെറുതെ നമ്മളെ ഹല്ലേലൂയ ഒന്ന് എന്തെങ്കിലും ഒന്ന് കാണിച്ച് ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് വിടുന്നതല്ല. ഹല്ലേലൂയ. എന്തായാലും ഒരു കാര്യമുണ്ട്, വചനത്തിൽ കൂട്ടുചേർക്കുന്നവരുടെ ശുശ്രൂഷ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്നറിയോ? കുറച്ച് വന്ന വഴി കൂടെ അച്ഛൻ കുറച്ചോളം ഉണ്ടായിരുന്നു, പിന്നെ പുള്ളിയെ കാണാനേ ഒരു ചേഞ്ചും വന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫെയ്ഡായി.